ഹലോ. രാമു സുനിലും അഭിനവ് സുന്ദർ നായിക്കും ചേർന്ന് തിരക്കഥ എഴുതി അഭിനവ് സുന്ദർ നായിക് സംവിധാനം ചെയ്ത് നെസ്ലൻ പ്രധാന കഥാപാത്രമായി വരുന്ന മോളിവുഡ് ടൈംസ് സിനിമ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മലയാള സിനിമയിലെ കാര്യങ്ങളാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ സംവിധായകനാകാൻ വേണ്ടി ചെറുപ്പം മുതൽ കച്ചകെട്ടിറങ്ങിയ നെസ്ലൻ്റെ വിനീത് മാധവ്. നെസ്ലൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ആണെന്ന് പറയാം. അയൺ റാൻഡിൻ്റെ ദ ഫൗണ്ടൻ ഫിറ്റ് എന്ന് പറയുന്ന നോവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അഭിനവ് സുന്ദർ നായിക്കിൻ്റെ സക്സസ് ട്രിലോഗിയിലെ രണ്ടാമത്തെ സിനിമ. വിജയം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്വാർത്ഥനായ നായകൻ. ഇപ്പോൾ അഭിനവിൻ്റെ ആദ്യ സിനിമയായ ഉണ്ണിമുകുന്ദൻ അസോസിയേറ്റ്സിലും നമ്മൾ കാണുന്നത് അങ്ങനെ ഒരാളെ തന്നെയാണ്. സ്വന്തം വിജയത്തിന് വേണ്ടി ഒരാളെ കൊല്ലാൻ വരെ തയ്യാറായ വക്കീലിനെയാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. ഇതിലാണെങ്കിലും സ്വന്തം താല്പര്യങ്ങളെ മറ്റുള്ളവർ താല്പര്യത്തിനനുസരിച്ച് മറ്റുള്ളവർ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തൻ്റെ സിനിമയിൽ ഇത്രയും ആളുകളുടെ ശ്രമഫലമായി ഉണ്ടാക്കിയ ഒരു സിനിമ അതിൽ മറ്റുള്ളവർ മാറ്റം വരുത്തണമെന്ന് ശഠിച്ചപ്പോൾ ആ സിനിമ തന്നെ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറായ സ്വാർത്ഥനായ സംവിധായകനെയാണ് നമ്മൾ ഈ സിനിമയിലും കാണുന്നത്. പക്ഷേ വിനീത് മാധവനിൽ നമ്മൾ കാണുന്നത് സ്വന്തം ഐഡൻറ്റിറ്റി, സ്വന്തം തൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി വേണം, തൻ്റെ കഴിവുകളിൽ വളരെയധികം വിശ്വാസമുള്ള, താൻ ഏറ്റവും മികച്ചു നിൽക്കണം എന്ന് ശഠിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. അയാൾക്ക് അയാളുടെ കഴിവിൽ ആത്മവിശ്വാസമുണ്ട്, പക്ഷേ അയാൾക്ക് ആരുടെയും നിഴലിലാവാൻ താല്പര്യമില്ല. അയാൾ യാതൊരുവിധ കോംപ്രമൈസിനും തയ്യാറല്ല. അയാൾ വളരെ ശക്തമായിട്ട് അയാളുടെ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അതേസമയം ഈ സിനിമ നമ്മൾ സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണിത്. നമ്മളൊരു കട്ടിയുള്ള നോവൽ വായിക്കുന്ന പോലെ, അല്ലെങ്കിൽ കടുകട്ടിയായിട്ടുള്ള ഒരു നോവൽ വായിക്കുന്ന പോലെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു സിനിമ. അതാണ് മോളിവുഡ് ടൈംസ്. അതേസമയം സിനിമയെ ഒരു പാഷനായി കൊണ്ടു നടക്കുന്നവർ, സിനിമ ചെയ്യാനും അതിൽ പ്രവർത്തിക്കാനും താല്പര്യപ്പെടുന്നവർ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഒരു സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന എല്ലാ കുതികാൽവെട്ടുകളും സ്വന്തം വിജയത്തിന് വേണ്ടി മറ്റുള്ളവരെ തട്ടിയെറിയാനും അവരെ ഏത് വിധത്തിലായാലും അവരെ തരം താഴ്ത്താനും യാതൊരുവിധ സ്നേഹബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയ്ക്കോ സ്ഥാനമില്ലാതെ സ്വന്തം ലക്ഷ്യം മാത്രം മുന്നിൽ കാണുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ഈ ചിത്രത്തിലൂടെ പരിചയപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിലെ ചതിക്കുഴികളെപ്പറ്റി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഒരു നല്ല സംവിധായകൻ ഒരു നല്ല വ്യക്തി കൂടി ആയിരിക്കണം എന്ന് പറഞ്ഞ് സിനിമയിലേക്ക് ഇറങ്ങിയ നെസ്ലൻ്റെ വിനീത് മാധവൻ പോകെ പോകെ അയാളുടെ മനുഷ്യത്വം നശിച്ച് അയാൾ ക്രൂരനാവുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. കാരണം അയാളുടെ നേരെ വരുന്ന ചതികളും വഞ്ചനകളും, അല്ലെങ്കിൽ അയാൾ എന്തോ അയാളുടെ വിജയത്തിൽ അയാളുടെ അയാളുടെ പദ്ധതികൾ അല്ലെങ്കിൽ അയാളുടെ കാഴ്ചപ്പാട് ആ സിനിമ അത് അയാളുടേതായിരിക്കണം, അത് മറ്റുള്ളവരുടെ നേരിലായി പോകരുത് എന്നുള്ള അയാളുടെ ആ സ്വാർത്ഥ താല്പര്യം കൊണ്ട് അയാൾ ക്രൂരനാവുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എത്രയൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഞാൻ വിജയത്തിൽ എത്തിച്ചേരും, പ്രതിസന്ധികളെ ഞാൻ കാര്യമാക്കുന്നില്ല, ഓരോ പരാജയത്തിൽ നിന്നും അയാൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ട്. സിനിമയുടെ അവസാനം അയാൾ പുതിയ വല്ല പ്രോജക്റ്റിലെത്തിയ അയാൾ വിജയിച്ചോ അത് നമുക്കറിയില്ല, പക്ഷേ അയാൾ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. അത് നമുക്കിതിൽ കണ്ടുപഠിക്കാവുന്ന ഒരു കാര്യമാണ്. അതേസമയം ഷറഫുദ്ദീൻ്റെ സച്ചിൻ എന്ന ക്യാരക്ടർ സ്വന്തം പ്രിവിലേജസ് ഉപയോഗിച്ച് ജീവിതത്തിൽ വിജയിക്കുന്ന ഒരാളാണ്. അയാളെ സംബന്ധിച്ച് സ്വന്തം കഴിവുകളുടെ പിൻബലമൊന്നും അയാൾക്ക് ആവശ്യമില്ല, മറ്റുള്ളവരുടെ കഴിവുകളിലൂടെ ആയാലും അല്ലെങ്കിൽ അതിനെ മുതലെടുത്ത് ജീവിതത്തിൽ വിജയിക്കുന്ന ഒരാളായിട്ടാണ് നമ്മളിതിൽ ഷറഫുദ്ദീൻ്റെ സച്ചിനെ കാണുന്നത്. അയാളുടെ അച്ഛനും അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ സച്ചിൻ അത് കണ്ടാണ് വളർന്നത്. അപ്പോൾ സച്ചിനും നല്ലൊരു അത്രയും പഠിക്കാനൊക്കെ നല്ല മിടുക്കനായിട്ടും അത് വേണ്ട, എനിക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് അതാണ്, റെപ്യൂട്ടേഷൻ മതി, വിജയം താനേ വന്നോളെന്നാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ കഴിവിൽ അവരുടെ കഴിവുകളെ മുതലെടുത്ത് വഞ്ചനയിലൂടെ ആയാലും അങ്ങനെ ജീവിതത്തിൽ മുന്നേറാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ സച്ചിനിൽ കാണുന്നത്. അതേസമയം സംഗീത് പ്രതാപിൻ്റെ അർജുന് എന്ത് ഇത് കാണിച്ചാലും വേണ്ടിയില്ല, പിന്നെ വിജയിച്ചാൽ മതി, ജീവിതത്തിൽ നിലനിന്ന് പോയാൽ മതി, അതിനാരെ എന്ത് ചെയ്തിട്ടായാലും വേണ്ടിയില്ല, ആരെ പറ്റിച്ചിട്ടായാലും വേണ്ടില്ല, വിജയിക്കണം എന്ന് പറയുന്ന ഒരാളെയാണ് നമ്മൾ ഇതിൽ സംഗീത് പ്രതാപിൻ്റെ അർജുനിൽ കാണുന്നത്. പിന്നെയും ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന റോഷൻ്റെ സുജിത്ത്, അതുപോലെ തന്നെ ക്രൂക്കഡായിട്ടുള്ള ബിസിനസ്സുകാരനായ ഹാരിസ് ബഷീർ, പിന്നെ അധികാരം ഉപയോഗിച്ച് കാര്യങ്ങൾ നീക്കുന്ന ഫയാസ്, അങ്ങനെ നമുക്ക് മനുഷ്യജീവിതത്തിൽ വ്യത്യസ്ത തരം ആൾക്കാരെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ജീവിതം തന്നെ ഒരു മത്സരമാണ്. നമുക്ക് വിജയിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നവർ അല്ലെങ്കിൽ കാശുണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നവർ തമ്മിലുള്ള ഒരു മത്സരമാണ് ജീവിതം എന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും. പക്ഷേ ഇത് ഈ ഒരു ഫീൽഡിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലേക്ക് ആളുകളുടെ രീതികളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സിനിമ തന്നെയാണ് മോളിവുഡ് ടൈംസ്. എനിക്ക് ഈ സിനിമ വർക്കായ സിനിമയാണ്.
എനിക്കിഷ്ടമായി. ജെയ്ക്സ് വിജയുടെ സംഗീതവും എല്ലാം, പാട്ടുകൾ, ഡാൻസ് സീനുകൾ എല്ലാം എനിക്ക് ഇഷ്ടമായ സിനിമയാണ്. കണ്ടിരിക്കാവുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് മോളിവുഡ് ടൈംസ് തോന്നിയത്. ജഗദീഷിൻ്റെ എഴുത്തുകാരൻ, ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ മുത്തശ്ശൻ, അതുപോലെ തന്നെ വിനീത് മാധവൻ്റെ അച്ഛനായിട്ട് അലക്സാണ്ടർ പ്രസാദ്, ഇതൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. കൂടാതെ ബിനു പപ്പു, അൽതാഫ് സലീം അങ്ങനെയുള്ളവരും സിനിമയിലുണ്ട്. കൂടാതെ കുറേ ക്യാമിയോസും സിനിമയിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ബായ്.